അല്ല അയ്യാറെ, നിങ്ങൾ എന്താ ചെയ്യുന്നത് ഇവിടുന്ന്? അല്ല അയ്യാറെ, നിങ്ങളിങ്ങനെ റോഡ് മുടക്കിയാൽ എങ്ങനെ ശരിയാകുക? ആ വീട്ടുകാർക്ക് ഇല്ല കൂടെ പോകണ്ടില്ല, സുഖമില്ലാത്ത ആൾക്കാരല്ല അവിടെ ഉള്ളത്. ഓനിക്കൊന്ന് പോകാൻ ഇങ്ങനെ വയമുടിക്കൽ എങ്ങനെയാണ് ശരിയാകുക? ഇതിന് ശരിയായ കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്? എൻ്റെ പറമ്പിൽ കൂടെ അങ്ങനെ ആരും വഴി നടക്കണ്ട. ഇത് സ്ഥലമായിട്ട് നിങ്ങൾക്ക് വഴി നടക്കണം. അതെന്ത് വാർത്താൻ അയ്യാറെ നിങ്ങളെ പറയുന്നത്? നിങ്ങൾക്ക് മാത്രം പോയാൽ മയിലോടി. നിങ്ങൾ ഇടവേലക്കാരല്ലോ, ഒരിക്കലും എന്തെങ്കിലും സൂക്കേടായാലും ആസ്പത്രിയിൽ പോയാലും എന്താക്കൂ? നിങ്ങളെ കാര്യം മാത്രം നോക്കുക. ഇതൊരു മനുഷ്യത്തില്ലാത്ത സംസാരങ്ങൾ. എൻ്റെ പറമ്പിൽ കൂടെ ആരും നടക്കുന്നുള്ള ഞാനാ തീരുമാനിക്കും. നിങ്ങൾ ഇടവേലക്കാർക്ക് പോകാനുള്ള ആളല്ലേ ഇത്? അതിനാ ഞാൻ ഇവിടെ സ്ഥലം വാങ്ങിയിട്ട് ഇടവേലക്കാർ കാര്യമൊന്നും ഞാൻ അറിയില്ല. എനിക്കതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എൻ്റെ സ്ഥലം അതിനാണ് എൻ്റെ സൗകര്യത്തിന് ഞാൻ സ്ഥലം വാങ്ങിയിട്ട്. അല്ല അയ്യാറെ, ഈ കാണുന്ന കംപ്ലീറ്റ് സ്ഥലം നിങ്ങൾ തന്നെ അല്ലേ? അതിൽ ചെറിയൊരു വഴിയല്ലേ നിങ്ങൾ കൊടുക്കണ്ടു? ഓലിക്കൊന്ന് വഴി പോകാൻ വേണ്ടിയിട്ട് അതിന് നിങ്ങളിങ്ങനെ പറയേണ്ട ആവശ്യം എന്താ? എത്ര സ്ഥലമുണ്ട് നിങ്ങൾക്ക് ഇവിടെ? ഇടവേളത്തെ സൂപ്പിക്കാൻ്റെ മോൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഈ സ്ഥലത്തിൻ്റെ പൈസ വേണമെന്ന് തരാമെന്ന്? നിങ്ങൾക്ക് അതൊന്നും പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളെ കാര്യം മാത്രം. എനിക്ക് ഇടവേലക്കാരുടെ കാര്യം ഞാൻ നോക്കേണ്ട ആവശ്യം എനിക്കില്ല. എൻ്റെ അടുത്ത് കയ്യിലുള്ള പൈസ ഒക്കെ എൻ്റെ അടുത്തുണ്ട്. നിങ്ങളെ കാര്യം നോക്കിപ്പോടി. എനിക്ക് എൻ്റെ ഒന്നും ആവശ്യമില്ല. ചെല്ല്, നിങ്ങളെ പണിയൊക്കെ നോക്കാം. എന്താ പ്രശ്നം? എന്താ സുരേഷ് ഏട്ടാ? എന്താ ഓടുന്നത്? കളകം പുറത്ത് അയ്യാറടുന്ന് ഒരു നിലവിളി. എന്താ അയ്യാറെ? എന്താ പറ്റിയേ? വണ്ടി വിടത്തില്ല, നമ്മൾ കുറച്ചങ്ങോട്ടൊക്കെ എടുത്തുകൊണ്ടുണ്ട്. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ, ഞങ്ങളെ അയൽവാസികളാണെങ്കിലും ഈ വൈൻ്റെ പ്രശ്നത്തിൽ അന്ന് ഒരു വൈ തന്നിട്ടില്ല. അതുകൊണ്ട് എൻ്റെ വണ്ടി ഒന്നും ഇങ്ങോട്ട് എത്തിയല്ല. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ അങ്ങോട്ടേക്ക് എടുത്തു കൊണ്ടുപോയിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കാം. വീടും കാറും സ്വത്തും വഴിയുമെല്ലാം നമുക്ക് പണം കൊടുത്ത് വാങ്ങാൻ കഴിയും. പക്ഷേ ജീവിതത്തിൽ എല്ലാം നേടിയെന്ന് നാം അഹങ്കരിക്കുമ്പോൾ ഒരിക്കലും വില കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത ഒന്നുണ്ട്: മനുഷ്യത്വം. ഇന്ന് നാം നേടിയെടുക്കുന്നതെല്ലാം നാളെ ആരാൻ്റെതായി മാറും.